ഞാനിവിടെ ചെയ്യുന്നത് അറബ്സിൻ്റെ ഒക്കെ ട്രഡീഷണൽ സ്വീറ്റായ ലുക്കൈമാത്താണ്. ഇതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ വാം വാട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാനിത് വെള്ളത്തിൽ കലക്കിയിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കുന്നത്. ഒരു 10-15 മിനിറ്റ് നമുക്കത് പൊങ്ങാൻ വേണ്ടി വെക്കാം. അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് നമ്മൾ പൊങ്ങാൻ വയ്ക്കാം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. അതൊരു പുറം ഭാഗം നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് പൊങ്ങി വന്ന ഈസ്റ്റ്, ഇപ്പോൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഇളം ചൂടുവെള്ളത്തിൽ തന്നെ വെക്കണം, പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഞാൻ ചേർക്കുന്നത് ഇവാപുറേറ്റഡ് മിൽക്കാണ്. അത് ഒരു റെയിൻബോൻ്റെ കമ്പനിയുടെയാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഒരു ടിന്നിൻ്റെ ഒരു 170 ഗ്രാമിൻ്റെ ഒരു ടിന്നിൻ്റെ ഒരു ഹാഫ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് ആ ഒരു തിക്നെസ്സിൽ വെള്ളം ആഡ് ചെയ്ത് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ മിൽക്ക് ആഡ് ചെയ്യാം. ഇതുപോലൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ റെഡിയാക്കണം, ബാറ്റർ റെഡിയാക്കണം. ഇത് നമുക്കിനി പൊങ്ങാൻ വേണ്ടി 1 മണിക്കൂറോളം വെക്കാം. അപ്പോൾ ഇതൊരു ഡബിളായിട്ട് തന്നെ പൊങ്ങി വരും. ഇപ്പോൾ നന്നായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അവർ ട്രഡീഷണലായിട്ട് ഞാൻ എങ്ങനെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇതുപോലെ അവർ ഒരു കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങനെ കോരിയിടുകയാണ് ചെയ്യുന്നത്. അത് കണ്ടിട്ടുള്ളത് ഞാൻ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്പൂൺ കൊണ്ട് തന്നെ കോരി ഇങ്ങനെ കുറേശ്ശെ ചെറിയ ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ വലിയതായി പോവും ഇത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം നന്നായി ഒന്ന് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടുകയില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്പൂൺ ഇടയ്ക്കൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പൂണിൽ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ആ എണ്ണയിൽ തട്ടുന്ന ഭാഗം ഭയങ്കരമായിട്ട് കളർ മാറിപ്പോവും. ഇതുപോലെ പതുക്കെ ഇളക്കി നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ കളറാക്കി എടുക്കാം. ഇപ്പം നമ്മളെ ഡംപ്ലിങ്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളു വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ തീ നന്നായി കുറച്ച് വെക്കണം ചൂടായതിന് ശേഷം. അപ്പം നമ്മുടെ എല്ലാം ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സെർവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ മുകളിൽ ചൂടോടുകൂടി തന്നെ കുറച്ച് ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അത് കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിക്കണം. എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കുന്നില്ല. ഈ ഡേറ്റ് സിറപ്പിൻ്റെ മധുരമാണ് നമുക്കിതിനുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് സിറപ്പ് നന്നായി ഒഴിച്ചിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഡേറ്റ് സിറപ്പ് എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇതുപോലെ ഒഴിച്ചിട്ട് ചൂടോടി തന്നെ ഒഴിക്കുക. എന്നിട്ട് ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെളുത്ത എള്ള് വിതറിയിട്ട് സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുമ്പോൾ ടൂത്ത് പിക്ക് കുത്തിയിട്ടാണ് അവർ സെർവ് ചെയ്യാറ്. അപ്പോൾ ടൂത്ത് പിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്ക് കുത്തി സെർവ് ചെയ്യാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാവും അവരങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഡേറ്റ് സിറപ്പ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.